നമസ്കാരം. നമുക്ക് ഇപ്പോൾ ലാംഡ എക്സ്പ്രഷൻസ് പരിചയപ്പെടാം. ലാംഡ എക്സ്പ്രഷൻസിനെ ലാംഡ ഫങ്ഷൻസ് എന്നും വിളിക്കാറുണ്ട്. ഇത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ ഒരു കോമ്പാക്റ്റ് ഫോമാണ്. നമ്മളുടെ ഫങ്ഷൻ ഒരു സിംഗിൾ എക്സ്പ്രഷൻ ആണെങ്കിൽ നമുക്ക് ലാംഡ ഫങ്ഷൻസ് ഉപയോഗിക്കാം. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഐഡൻറ്റിഫയർ ഈക്വൽ ടു ലാംഡ v1 v2 v3 എക്സെട്ര vn കോളൻ എക്സ്പ്രഷൻ. ഇവിടെ v1 v2 എക്സെട്ര vn എന്ന് പറയുന്നത് വേരിയബിളുകളാണ്. ഈ വേരിയബിളുകൾ ഉൾപ്പെടുന്ന ഒരു എക്സ്പ്രഷനാണ് നമ്മൾ എക്സ്പ്രഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ലാംഡ ഫങ്ഷൻ നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്ത യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിന് ഈക്വലൻ്റ് ആണ്. അതായത് ഡിഫൈൻ ഐഡൻറ്റിഫയർ ബ്രാക്കറ്റിനുള്ളിൽ v1 v2 എക്സെട്ര vn കോളൻ ദെൻ റിട്ടേൺ എക്സ്പ്രഷൻ. ഇതിൻ്റെ ഒരു കോമ്പാക്റ്റ് ഫോമാണ് ലാംഡ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്യാനായി ലാംഡ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. എന്നാൽ ഓർക്കേണ്ട കാര്യം, നമ്മളുടെ ഫങ്ഷൻ ഒരു സിംഗിൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആകുമ്പോൾ മാത്രമേ നമ്മൾക്ക് ലാംഡ എക്സ്പ്രഷൻസ് അഥവാ ലാംഡ ഫങ്ഷൻസ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് h ഈക്വൽ ടു ലാംഡ എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റിട്ടേൺ ചെയ്യുന്ന ഒരു ഫങ്ഷനായി നമുക്ക് എച്ചിനെ അസൈൻ ചെയ്യാം. ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് കാണാം. അതിനെ ഞാൻ പൈത്തൺ 3 അതിൻ്റെ ഇൻ്റർപ്രെറ്റർ മോഡ് എടുത്തു. h ഈക്വൽസ് ലാംഡ എക്സ് കോമ വൈ then colon x square x star star 2 plus y star star 2. ഇപ്പോൾ നമ്മളുടെ h എന്നത് ഒരു ഫങ്ഷനാണ്. അതിൻ്റെ ആർഗ്യുമെൻറ്റുകൾ എക്സും വൈയുമാണ്. നമ്മൾ കൊടുക്കുന്ന എക്സും വൈയും 3ഉം 4ഉം ആണെങ്കിൽ നമുക്കത് തിരിച്ച് കിട്ടുക 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 5 ആണ്. സോ 4 സ്ക്വയർ 16 ആണ്. സോ 9 പ്ലസ് 16 ദറ്റ് ഈസ് 25 കിട്ടും. നമുക്ക് നോക്കാം. h ഓഫ് 3, 4 അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 25 ആണ്. സോ 25 കിട്ടി. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഹൈപ്പോട്നൂസ് കാണണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സുകൾ അറിയാമെങ്കിൽ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം കാണാനായി ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു ലാംഡ. നമ്മളുടെ കോർഡിനേറ്റുകൾ എക്സ് വൈ സെഡ് ദെൻ കോളൻ. നമ്മൾക്ക് കാണേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അതിൻ്റെ റൂട്ട് റേസ് ടു 0.5. സോ നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ നോക്കാം. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആക്സിസിൽ 3 യൂണിറ്റ് അകലെ, വൈ ആക്സിസിൽ 4 യൂണിറ്റ് അകലെ, എന്നാൽ സെഡ് ആക്സിസിൽ 0 യൂണിറ്റ്. അതായത് എക്സ് വൈ പ്ലെയിനിൽ എക്സ് ഡയറക്ഷനിൽ 3 യൂണിറ്റും വൈ ഡയറക്ഷനിൽ 4 യൂണിറ്റും അകലെയുള്ള ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഡി ഓഫ് 3, 4, 0 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 5 ആണ്. ഓക്കെ, നമുക്ക് ഉത്തരം കിട്ടി 5 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ലാംഡ എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നത്. താങ്ക് യു.